നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ്. അപ്പോൾ 3 ജപമാലകളാണ് എടുത്തേക്കുന്നത്. 1, 2, 3 കേട്ടോ. 1, 2, 3 ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ എനർജി എന്താണ്, റിലേഷൻഷിപ്പിൻ്റെ ആണ്. നിങ്ങളുടെ എനർജി എന്താണ്, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണ്, പിന്നെ റിലേഷൻഷിപ്പിൽ എന്താണ് നടക്കുന്നത്, പിന്നെ എന്താണ് വരുന്നത്, അതുപോലെ തന്നെ നിങ്ങൾ ഫൈനലി നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണ്. ഇത്രയും കാര്യമാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഓറക്കിൾ മെസ്സേജ് നമുക്ക് അവസാനമാണ് നോക്കുന്നത്, നിങ്ങൾക്കുള്ള മെസ്സേജായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും റെസനേറ്റ് ചെയ്യണം എന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, റെസനേറ്റ് ചെയ്യുന്ന ആളുകൾ മാത്രം എടുക്കുക. ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യിപ്പിക്കരുത്. പിന്നെ പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്റ്റ് ചെയ്താൽ മതി. നമുക്കതിനെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് 1ാമത്തെ ജപമാലയാണ്. ഇതിൻ്റെ റീഡിങ്ങിലേക്കാണ് ഞാൻ പോകുന്നത്. 2 3 ഭഗവാനെ. അപ്പോൾ അതാക്കിട്ടെ. അപ്പോൾ നമുക്ക് ഷഫിൾ ചെയ്യാം, എന്നിട്ട് കാർഡ്സ് എടുക്കാം. എൻ്റെ റീഡിംഗ് കാണാൻ ഇവിടെ വന്നിട്ടില്ല, ഈ സ്പേസിൽ കയറിയിട്ടില്ല, എൻ്റെ വീഡിയോ ചാനൽ കാണുന്ന എല്ലാവർക്കും എൻ്റെ അകമഴിഞ്ഞ നന്ദി കേട്ടോ. സബ്സ്ക്രിപ്ഷനും കമൻസിനും ലൈക്സിനും ഷെയറിങ്ങിനും എല്ലാം നന്ദി കേട്ടോ. താങ്ക് യു സോ മച്ച്. ഭവാനി, ഒരു ഷഫിളും കൂടെ ചെയ്യാൻ എനിക്ക് തോന്നുന്നുണ്ട്. ഒരു ഷഫിളും കൂടെ ചെയ്തിട്ട് നമുക്ക് കാർഡ്സ് എടുക്കാം. ഓക്കെ, നിങ്ങളുടെ എനർജി എന്താണ്? ഇത് 5 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സാണ് നിങ്ങളുടെ എനർജി. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നൈറ്റ് ഓഫ് കപ്സ് അപ്രൈറ്റ് ആണ്. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ എനർജി എന്താണ്? 9 ഓഫ് സ്വേർഡ്സ് ആണ്. പിന്നെ ഇതിൻ്റെ ഔട്ട്കം എന്താണ് വരാൻ പോകുന്നത്? 8 ഓഫ് സ്വേർഡ്സ് അപ്രൈറ്റ്. ഓക്കെ, ഇത്രയുമാണ് നിങ്ങളുടെ കാർഡ്സ്. ഈ 5 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ അപ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ലോസ്, ഫിനാൻഷ്യൽ ലോസ്, റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളെ ഒരു അബാൻഡൻ ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങളെ പുറത്താക്കുക ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന്, അതൊക്കെയാണ് കാണിക്കുക. ഈ ഒരു 5 ഓഫ് പെൻറ്റക്കിൾസ് അപ്രൈറ്റ്, ഇത് റിവേഴ്സാണ്. അപ്പം നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ചിലപ്പോൾ നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്താക്കും. വേറെ റിലീജിയനിലുള്ള ആളാണ്, വേറെ കമ്മ്യൂണിറ്റിയിലുള്ള ആളൊക്കെ ആണെങ്കിൽ നമ്മളുടെ വീട്ടുകാരോ നമ്മളുടെ നാട്ടുകാരോ നമ്മളുടെ സഭക്കാരോ നമ്മളെ അതിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടാവും. ചിലപ്പോൾ ഈ ഇഷ്ടമില്ല, വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ആ വീട്ടുകാർ ചിലപ്പോൾ നമ്മളോട് സംസാരിക്കില്ല, ഇറങ്ങിപ്പോക്കോ, അങ്ങനെയുള്ള ഡയലോഗ്സൊക്കെ വരും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ പണനഷ്ടം, ചിലപ്പോൾ ഈ പേഴ്സണ് നിങ്ങൾ പണം കൊടുത്തിട്ടുണ്ടാവും, അതിൽ നഷ്ടം, അങ്ങനെ എന്തോ ഒരു ഇല്ലായ്മയാണ് ഈ 5 ഓഫ് പെൻറ്റക്കിൾസ് അപ്രൈറ്റ്. പക്ഷേ ഇത് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അതിനർത്ഥം ആ സിറ്റുവേഷനിൽ നിന്നെല്ലാം നിങ്ങളിപ്പോൾ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായെന്ന് വെച്ചാൽ നിങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക് പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അർത്ഥം. പിന്നെ നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു റൊമാൻറ്റിക്കായ എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സണ് കുറച്ചൊരു റൊമാൻറ്റിസിസം കൂടുതലാണെന്ന് തോന്നുന്നു, കുറച്ചൊരു ഫ്ലർട്ടിഷ് എനർജി ഉള്ള ആളായിരിക്കണം. അപ്പോൾ ഇമാജിനേഷനിൽ ജീവിക്കുന്ന ആളാണ്. എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണം. പിന്നെ ഒരു നൈറ്റ് ഇൻ ഷൈനിങ് ആമർ എന്ന് പറഞ്ഞാൽ ഡാംസൽ ഇൻ ഡിസ്ട്രെസ്സും നൈറ്റ് ഇൻ ഷൈനിങ് ആമറും ഒരുമിച്ചാണ് വരിക. അപ്പോൾ ഒരു പെൺകുട്ടി എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ട് അതിൽ ചാടിക്കേറി ഇടപെട്ട് ആ പെൺകുട്ടിയെ രക്ഷിക്കുക, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉള്ള വളരെ ഇല്യൂഷണറി ആയിട്ടുള്ള ഒരു ഇമേജാണിത്. ചിലപ്പോൾ ഒരു ക്രിയേറ്റീവ് ഫീൽഡിലുള്ള ഒരാളായിരിക്കാം ഈ പേഴ്സൺ. വളരെ അപ്പോൾ കാണുന്നവർക്ക് സ്നേഹം കൊടുക്കുന്ന ഒരു എനർജിയാണ്. അത് മിക്കവാറും റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ചാൻസ് ഉണ്ട്. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, സോഡിയാക് സൈൻ ആണ്. ഇത് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ്. ഇത് അക്വേറിയസ്, ലിബ്ര, ജെമിനി ആണ്. 9 ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ആങ്സൈറ്റി സിൻഡ്രോം എന്ന് പറയുന്നത് വെച്ചാൽ പെട്ടെന്ന് ഇങ്ങോട്ട് ടെൻഷനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ BP കൂടുക, ആകെ ബഹളം, മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയുള്ളവർ യോഗ ഒക്കെ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഭയങ്കരമായ ആങ്സൈറ്റി ഉണ്ട്, ഭയങ്കരമായിട്ടുള്ള പേടിയുണ്ട്, ഡിപ്രഷനുണ്ട്, എന്താ പറയുക,
ഒരു സമാധാനക്കേടുണ്ട് റിലേഷൻഷിപ്പിൽ. അക്വയറസ് ലിബ്ര ജെമിനിയാണ്. ഇത് ഓവർ തിങ്കിങ്ങിന് കൊണ്ട് ചിലപ്പോൾ ചില സമയത്ത് കാര്യങ്ങളില്ലായിരിക്കാം, നമ്മളങ്ങോട്ട് ആലോചിച്ച് കൂട്ടും കാര്യങ്ങൾ, മനസ്സിലാവുണ്ടോ? അപ്പോൾ ഓവർ തിങ്കിങ് വരുമ്പോൾ നമുക്ക് അസുഖങ്ങൾ കൂടും, ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഇവിടെ 8 ഓഫ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം എന്താണ്? 8 ഓഫ് സ്വേർഡ്സ് അപ്രൈറ്റ് ആണ് വന്നേക്കുന്നത്. ഇവിടെ കുറേ നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്. പിന്നെ ഒരാൾ മറ്റേയാളെ പഴിചാരുക. ഞാൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കി എനിക്കത് തിരുത്താൻ സുഖമാണ്, പ്രശ്നങ്ങൾ, പക്ഷെ ഞാൻ തെറ്റിയതെന്ന് ആക്സെപ്റ്റ് ചെയ്തിട്ട് വേണ്ടേ അത് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു സെൽഫ് മെയ്ഡ് ഇംപ്രിസണിൽ നിൽക്കുക, എനിക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല ഇപ്പോൾ. എന്തുകൊണ്ടാണ് ഇപ്പം നിങ്ങളോട് ആരെങ്കിലും ചോദിക്കണം, നിങ്ങൾ എന്തുകൊണ്ടാണ് റിലേഷൻഷിപ്പിൽ നിന്ന് പോകാത്തത്? എന്നെ ആ പുള്ളി പിടിച്ചു വെച്ചേക്കാണ്, ഞാൻ പോവാൻ നോക്കിയാലും എന്നെ വിടില്ല എന്നൊരു സിറ്റുവേഷൻ, കേട്ടോ, ട്രാപ്പ് ചെയ്ത് വെച്ചേക്കുന്ന പോലെ. ഇത് നമുക്കൊന്ന് ക്ലാരിഫൈ, എന്നിട്ട് ഫൈനലി നമുക്ക് ഓറക്കൽ മെസ്സേജിലേക്ക് പോകാം. എന്തുകൊണ്ടാണ് ഇവിടെ 5 ഓഫ് പെന്റിക്കിൾസ് റിവേഴ്സ് വന്നിരിക്കുന്നത് നോക്കാം. ഇതും അക്വേറിയസ് ലിബ്ര ജെമിനി ആണ്, എയർ സൈൻ ആണ്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊക്കെ ഇമാജിനേഷനാണ്, ആലോചിച്ച് കൂട്ടുന്ന പ്രശ്നങ്ങളാണിത്. ഇത്രയൊന്നും പ്രശ്നം ഉണ്ടാവില്ല, പക്ഷേ നമ്മൾ ആലോചിച്ച് കാട് കയറി പിന്നെ ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. ഇവിടെ 5 ഓഫ് പെന്റിക്കിൾസും സ്കോർപ്പിയോ എന്താ പറയുന്നത് ടവറുമാണ് വന്നത്. പെട്ടെന്ന് എനിക്ക് ക്ലിക്കില്ലേ പോയി. ടവറുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു അബാൻഡൻമെൻറ്റ് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, നിങ്ങളെ ഉപേക്ഷിച്ച് പോയി ഈ പേഴ്സൺ, അല്ലേ? അതുപോലെ തന്നെ നിങ്ങളെ ഉപേക്ഷിച്ച് പോയപ്പോൾ വലിയൊരു ടവർ മൊമെൻ്റാണ് ഉണ്ടായത്. വലിയൊരു ടവർ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം അങ്ങനെ തന്നെ അങ്ങോട്ട് തകർന്നടിഞ്ഞു, കേട്ടോ. തകർന്നടിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ആരുമില്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ പോയി. സഹായിക്കാനോ സഹകരിക്കാനോ ആരുമില്ല ആ ഒരു സിറ്റുവേഷൻ. പക്ഷെ നിങ്ങൾ പതുക്കെ അതിൽ നിന്ന് കരകയറി വരുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. ഇവിടെ ഈ പേഴ്സൺ നൈറ്റ് ഓഫ് കപ്സ് എന്താണ് പറയുന്നത് നോക്കാം. ഈ പേഴ്സൻ്റെ സ്വഭാവം അതാണ്. അപ്പോൾ ചിലപ്പോൾ ഈ പേഴ്സൺ സഹായിക്കുക മാത്രമായിരിക്കും ചെയ്യുന്നത്. ജനറലി ഒരു എന്താ പറയുക, ഒരു ഫ്ലർട്ടിഷ് മെൻറ്റാലിറ്റി ഉള്ള ഒരു എനർജി ആയിരിക്കും. അല്ലാതെ പേഴ്സണ് വേറെ പരിപാടിയൊന്നും ഇല്ലായിരിക്കാം. എല്ലാവരെയും സഹായിക്കണമെന്നൊരു മനോഭാവമുള്ള ഒരാളായിരിക്കാം, എല്ലാവരും സ്നേഹിക്കണം എന്ന് വിശ്വസിക്കുന്നത്, പക്ഷെ എല്ലാവരെയും കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളായിരിക്കാം. ഇവിടെ ഈ പേഴ്സണായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവസാനിച്ചോ? മനസ്സിലായി. ചില വേർഡ്സ് കാണിക്കുന്നത് വളരെ ചതി വഞ്ചന ഒക്കെ ഉള്ള ഒരു എനർജിയാണ്. 2 ഓഫ് വാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാനിങ്. ഓക്കെ, ഇതിൽ നിന്ന് പുറത്തേക്ക് പോകണം എന്നൊരു പ്ലാനിങ്. അപ്പോൾ ഇത് നിങ്ങളാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് പോകണമെന്ന് നിങ്ങൾ തീരുമാനമെടുത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾ പതുക്കെ ഈ സിറ്റുവേഷനിൽ നിന്ന് റിക്കവർ ചെയ്ത് വരുന്നത്. ഇനി ഈ പേഴ്സൺ ആണെങ്കിൽ ചതിയും വഞ്ചനയും ഈ സിറ്റുവേഷനിൽ ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, അതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ച് ഈ പേഴ്സൺ പുറത്തേക്ക് ഇറങ്ങുന്നതായിരിക്കാം. നിങ്ങൾക്കറിയാൻ പറ്റും കാണുമ്പോൾ എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് മൊത്തം പ്രശ്നമാണ്, അത് ആലോചിച്ച് കൂട്ടുന്ന പ്രശ്നങ്ങളാണ്. ഇവിടെ 9 ഓഫ് സ്വേർഡ്സ് ആണ് കാണിക്കുന്നത്. ഭയങ്കര ഉറക്കമില്ല, പിന്നെ ചീത്ത ചിന്തകൾ, ചീത്ത സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ട് നിങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഏസ് ഓഫ് കപ്സ് വെറുതെ ഒരു മിഥ്യയായിരുന്നു. ഇവിടെ സ്നേഹമുണ്ടായിരുന്നു എന്നത് വെറും ഒരു മിഥ്യയാണെന്ന് മനസ്സിലാക്കുമ്പോൾ എല്ലാ ഒരു ടെൻഷൻ, മനസ്സിലായി. ഇതെങ്ങനെയാണ് ഞങ്ങൾ റിലേഷൻഷിപ്പിൽ വന്നത്, ആരാണ് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, എന്തിനാ വന്നത്, ഞാൻ ഇതെങ്ങനെ തെറ്റിദ്ധരിച്ചു, ഈ പേഴ്സൺ ഭയങ്കര സ്നേഹമാണ് എന്നോടെന്ന് എങ്ങനെ തെറ്റിദ്ധരിച്ചു എന്നാണ് ആലോചിക്കുന്ന ഒരാൾ. ഏസ് ഓഫ് കപ്സ്. ഇവിടെ ലവ് ഓഫറൊന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് വന്നത്? ഇവിടെ അത് ആരും കള്ളത്തരമായിട്ട്, അപ്പം നിങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സൺ പുറമേ കാണിക്കാത്തതാണ്, മനസ്സിൽ ഭയങ്കര സ്നേഹമാണ് എന്നോട് എന്നൊക്കെ നിങ്ങൾ വിചാരിച്ച് വച്ചിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങൾക്കൊരു തിരിച്ചറിവായി ഇവിടെ ഒന്നും സ്നേഹമില്ല, ഇത് സ്നേഹമല്ല എന്നൊരു തിരിച്ചറിവിലേക്ക് നിങ്ങൾ വരുന്നത് പോലെ. ഇവിടെ നമുക്ക് സ്കോർപ്പിയോ ഉണ്ട്, ഇവിടെ ടോറസ് വെർഗോ കാപ്രിക്കോൺ ആണ്, ഇവിടെ അക്വേറിയസ് ലിബ്ര ജെമിനി, ഇവിടെ ഏരീസ് ലിയോ സാജിറ്റേറിയസ് ആണ്. ഇത് ക്യാൻസർ പൈസസ് സ്കോർപ്പിയോ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് ക്യാൻസർ പൈസസ് സ്കോർപ്പിയോയുടെ ഒരു ലവ് ഓഫർ വന്നതില്ല, ഇനിയിപ്പോൾ ഓഫർ വരുന്നുമില്ല. റിലേഷൻഷിപ്പ് ഇനി ലവിലേക്ക് തിരിച്ചു പോകാനുള്ള ചാൻസ് ഒന്നുമില്ല, കേട്ടോ. അത് നിങ്ങൾക്ക് ക്ലിയറായി, അല്ലെങ്കിൽ 2 പേർക്കും ക്ലിയറായി, അല്ലെങ്കിൽ ഒരാൾക്ക് നിങ്ങൾക്ക് അത്യാവശ്യം ക്ലിയർ ആയിട്ടുണ്ട് ഇവിടെ ഒരു ഫ്യൂച്ചറില്ല, ഇവിടെ സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ക്യാൻസർ സോഡിയാക് സൈനാണ്. ഇനി നമുക്ക് അവസാനത്തെ കാർഡൊന്ന് ക്ലാരിഫൈ ചെയ്യാം.
8 ഓഫ് സ്വേർഡ്സ് ആണ് അവസാനത്തെ കാർഡ്. 8 ഓഫ് സ്വേർഡ്സ് ക്ലാരിഫൈ ചെയ്യുന്നത് കിങ് ഓഫ് കപ്സ് റിവേഴ്സും സ്ട്രെങ്ത്തുമാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഔട്ട്കം എന്താണ് വരാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സണെ ട്രാപ്പ് ചെയ്യാൻ നോക്കും. പക്ഷേ ഈ പേഴ്സൺ ഭയങ്കരമായിട്ടുള്ള, ഇത് ചിലപ്പോൾ നിങ്ങളുടെ എനർജി ആയിരിക്കും. നിങ്ങൾ ഭയങ്കരമായിട്ട് ഇമോഷണലി ഭയങ്കര അൺറിലയബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്കറിയില്ല നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നത്. ചിലപ്പോൾ വെള്ളം അടിക്കുന്നുണ്ടാവും, നല്ല വെള്ളത്തിലായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൈവിട്ട് പോയി അല്ലേ, നിങ്ങൾ ഇതിനകത്ത് പെട്ടുപോയി. ഇതിനകത്ത് നിന്ന് എങ്ങനെ രക്ഷപ്പെടും? നിങ്ങൾക്ക് ആ പേഴ്സണൽ സ്നേഹവുമാണ് ഇതിനകത്ത്, പക്ഷേ ഫ്യൂച്ചർ ഇല്ലയെന്ന് നിങ്ങൾക്ക് അറിയുകയും ചെയ്യും. ഇത് എന്ത് ചെയ്യണം? അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ശരിക്കും ധൈര്യം സംഭരിക്കണം, മനസ്സിലായി? എന്നാലേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പോരാൻ പറ്റുള്ളൂ. നിങ്ങൾ സ്ട്രോങ് ആവണം. ഇവിടെ സ്ട്രെങ്ത് കാർഡാണ്, അതുകൊണ്ട് ധൈര്യം, സ്ട്രെങ്ത്, കറേജ്. ഇതിന്ന് ഒന്നില്ലെങ്കിൽ എടുത്ത് ചാടാനുള്ളത് അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കി ഇവിടെ അതിന് രണ്ടും ധൈര്യം വേണം. ഒരു റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകില്ല എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് നിൽക്കാനും ധൈര്യം വേണം, മനസ്സിലായോ? മറ്റേ അതിൽ നിന്ന് പോരാനും ധൈര്യം വേണം. പണ്ടൊക്കെ നമ്മുടെ മമ്മിമാരൊക്കെ അമ്മമാരൊക്കെ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ പെട്ട് അവരവിടെ തന്നെ നിൽക്കും. കാരണം അവർക്ക് ഇന്നത്തെ പോലത്തെ പെൺകുട്ടികളെ പോലെ എക്സ്പോഷർ ഇല്ല അധികം. അവർക്ക് ജോലി ഉണ്ടാവില്ല, മിക്കവർക്കും ഫിനാൻഷ്യലി ഭയങ്കര ഡൗൺ ആയിരിക്കാം. അപ്പോൾ എന്ത് ചെയ്യും? ഹസ്ബൻഡ് എന്തൊക്കെ ചെയ്താലും അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പണ്ടത്തെ ഒരു റിലേഷൻഷിപ്പാണ് ഞാൻ പറയുന്നത്, മേ ബി ഒരു 10 വർഷം മുമ്പ്. പക്ഷേ ഇപ്പോൾ കാലം മാറി. അപ്പോൾ ഇവിടെ പുറത്തേക്ക് പോകാനും ഈ പിള്ളേർ ധൈര്യപ്പെടും. ഒരു ചെറിയ കാര്യത്തിന് പോലും അഡ്ജസ്റ്റ് ചെയ്യാതെ പറ്റില്ല, എനിക്ക് ഇത് ഇവിടെ വേണ്ട എന്ന് മനസ്സിലാക്കുമ്പോൾ അത് പുറത്തേക്ക് പോകാനുള്ള ധൈര്യവും നിങ്ങൾക്ക് വേണം. അതാണ് ലിയോ ആണിത്. ഇത് ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, അക്വേറിയസ്, ലിബ്ര, ജെമിനായി. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ. നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണ്? ചെറിയ റീഡിംഗ് ആണ്, പക്ഷേ ഇത് നിങ്ങൾ ആർക്കൊക്കെയോ ഇത് അറിയേണ്ട ഒരു സിറ്റുവേഷനാണ്. അതുകൊണ്ടാണ് ഞാൻ റീഡിംഗ് എടുത്തത് കേട്ടോ. അധികം കാർഡ്സ് എടുത്ത് ഇതിങ്ങനെ കുഴച്ച് മറിക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള മെസ്സേജ് തരാൻ വേണ്ടിയിട്ടാണ് റീഡിംഗ് എടുത്തത്. ജനറൽ റീഡിംഗ് ആണ്. ഇത് കണ്ടിട്ട് ആരും ഡെസിഷനൊന്നും എടുക്കാൻ നിൽക്കരുത്. ഭഗവാനെ ശിവായ, ഇവിടെ നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണ്? ഭഗവാനെ ശിവായ, ഓം നമ 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 ശിവായ. ഇത്രയും കാർഡ്സ് നിങ്ങൾ കാണണമെന്ന് ദൈവം വിചാരിക്കുന്നുണ്ട്. സ്റ്റിൽനെസ്, എക്സ്റ്റേണൽ ഫോഴ്സസ്, പുറത്തുള്ള ശക്തികൾ കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ വലിയൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ ശാന്തത കണ്ടിട്ട് നിങ്ങൾ കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഇതെന്തൊക്കെയോ വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. കുറേ ചാലഞ്ചസ് ആണ് വരാൻ പോകുന്നത്. പുറത്തെ എന്താണ് എക്സ്റ്റേണൽ ഫോഴ്സസ് ആണ്. ആന്തരികത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ആ വേർഡാണ്. ബാഹ്യ ശക്തികൾ കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. ഈ കാർഡ് നിങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ ക്ലാരിറ്റിയോടെ സംസാരിക്കുക. അതിന് നിങ്ങളുടെ ത്രോട്ട് ചക്ര നിങ്ങൾ ക്ലിയർ ചെയ്യണം. ക്ലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇവിടെയും തൊടാതെ സംസാരിച്ചു കഴിഞ്ഞാൽ തെറ്റിദ്ധാരണകൾ കൂടും. അതല്ല, നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ സ്ഫുടമായിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ, ക്ലിയർ ആവുന്ന തരത്തിൽ പറയണം. പിന്നെയുള്ളത് നമ്മളുടെ കർമ്മഫലം അനുഭവിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. പിന്നെയുള്ള കാർഡ് പറയുന്നത് നിങ്ങളൊരു പോസിറ്റീവ് ഔട്ട്ലുക്ക് എന്ന് വെച്ചാൽ ശുഭാപ്തി വിശ്വാസം നമ്മൾ വെക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രശ്നങ്ങൾ, ശുഭാപ്തി വിശ്വാസമുള്ളൊരു പ്രശ്നങ്ങളിൽ കിടന്ന് കിട്ടുന്നില്ല അപ്പോൾ പ്രശ്നങ്ങളിൽ കിടന്ന് നിങ്ങൾ വട്ടം കറങ്ങില്ല, അതാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക് പോകാനാണ് നോക്കുക. അപ്പോൾ എന്താണ് പുറത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് സൊല്യൂഷൻ വേണം. പ്രശ്നമുണ്ട്, ഇതാണ് പ്രശ്നം, എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചും കൂടെ ഫ്രീ ആയി, ഓക്കെ എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടണം, എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി അറിയണം എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യത്തിൻ്റെ തുടക്കമായി. പിന്നെ നമുക്ക് ഇതിന് കിടന്ന് ടെൻഷൻ അടിക്കാൻ സമയം ഉണ്ടാവില്ല. അടുത്തത് എംബാർക്കിംഗ് ഓൺ ദ പാത്ത് ഓഫ് യോഗ. അപ്പോൾ യോഗ ചെയ്യുന്നതാണെങ്കിൽ, മെഡിറ്റേഷനൊക്കെ ചെയ്യുകയാണെങ്കിൽ മനസ്സിന് കുറച്ചൊരു സംയമനം കിട്ടും.
എന്നാണ് പറയുന്നത്. പിന്നെ ഉള്ളത് ഡിസ്പെല്ലിംഗ് ഫിയർ ആൻഡ് ഓവർകമ്മിങ് അഡ്വേഴ്സിറ്റി. ഭൈരവനോട് പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. ശിവൻ്റെ വേറൊരു അവതാരമാണ് ഭൈരവൻ. അപ്പോൾ പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. ഭൈരവനോട് പ്രാർത്ഥിക്കണം നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവത്തിന്, നിങ്ങൾക്ക് വിശ്വാസമുള്ള ദൈവത്തിന് ഓട് പ്രാർത്ഥിക്കുക എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള ഈ പേടി മാറും. മനസ്സിലായോ? സംശയങ്ങൾ, പേടി, അതൊക്കെ മാറും. ഡിസ്ട്രോയർ, ഒരു മേജർ ചേഞ്ച് വരുന്നുണ്ട്. ഇതും അതുപോലെ തന്നെ ഒരു ഇതാണ്. പ്രശ്നങ്ങൾ വരാൻ പോകുന്നത് സ്റ്റിൽനെസ്. കാണുന്നില്ലല്ലേ, സോറി, അല്ലെങ്കിൽ കാർഡ് ഇത്തിരി ഡാർക്കാണ്. അപ്പോൾ ഈ ഡിസ്ട്രോയർ എന്ന് പറഞ്ഞാൽ മേജർ ചേഞ്ചാണ്. എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ ഒരു സ്ഥലത്തെ ഉഴുതുമറിക്കുന്നത് എന്തിനാണ്? നമ്മൾ അത് ഫലഭൂയിഷ്ടമാകാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഞാറ് നടുന്നതിന് മുമ്പ് നമ്മൾ ഒന്ന് ഉഴുതുമറിക്കും ആ ഭൂമി. അതുപോലത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ പുതിയ ജീവൻ വരാൻ വേണ്ടി, അല്ലെങ്കിൽ പുതിയ സിറ്റുവേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫ് ഒന്ന് ഉഴുതുമറിക്കപ്പെടും. എന്നിട്ടാണ് നിങ്ങൾക്ക് പുതിയൊരു സിറ്റുവേഷൻ വരാൻ പോകുന്ന ലൈഫിൽ. അതാണ് ഇത്. കണ്ട് പേടിക്കുകയൊന്നും വേണ്ട, ദൈവത്തിനോട് പ്രാർത്ഥിച്ചാൽ മതി. പ്രശ്നങ്ങൾ എവിടെയാണ് ഇല്ലാത്തത്? എല്ലായിടത്തും പ്രശ്നമുണ്ട് അല്ലേ? പ്രശ്നങ്ങളില്ലെങ്കിൽ ജീവിതത്തിനൊരു രസമില്ല, ബോറടിക്കും ആൾക്കാർക്ക്. അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ വരുന്നത് ജീവിതത്തിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ കാർഡ് എടുത്തവർക്കുള്ള മെസ്സേജും അവരുടെ റീഡിങ്ങും. ഇനി ഞാൻ അടുത്ത കാർഡിലേക്ക് പോവുകയാണ്. അടുത്ത ജപമാലയിലേക്ക് പോവുകയാണെന്നാണ് ഉദ്ദേശിച്ചത്. പറഞ്ഞു വന്നപ്പോൾ അത് കാർഡായി മാറി, വാക്കുകൾ. ഓക്കെ, ഇത് രണ്ടാമത്തത് അല്ലേ, ജപമാല. രണ്ടാമത്തെ ജപമാലയുടെ റീഡിംഗ് ആണ്. ഭഗവാനെ ഇതല്ലല്ലോ, ഇതാണ്. അപ്പോൾ നമുക്ക് ഷഫിൾ ചെയ്തിട്ട് കാർഡ്സ് എടുക്കാം. ഭഗവാനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഇപ്പോഴത്തെ സിറ്റുവേഷനാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു റീഡിങ് ചെയ്തത്. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. അപ്പോൾ നിങ്ങളുടെ എനർജി എന്താണ്? നിങ്ങളുടെ എനർജിയാണ് 2 of Pentacles in reverse. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണ്? മാജിഷ്യനാണ്. ജെമിനി സോഡിയാക് സൈൻ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഇപ്പോഴത്തെ എനർജി എന്താണ്? കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. എന്താണ് ഔട്ട്കം വരാൻ പോകുന്നത്? 4 of Cups in reverse. 4 of Cups upright എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും ഫ്ലെക്സിബിൾ അല്ല. 4 of Cups റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഫ്ലെക്സിബിളാണ്. ഓക്കെ, നോക്കാം എന്നൊരു ചിന്തയിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ 2 of Pentacles in reverse എന്ന് പറഞ്ഞാൽ ഓവർ കമ്മിറ്റഡ് ആണ്. കുറേ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾക്ക് ഒരു ഓർഗനൈസ് ചെയ്തിട്ടില്ല. മനസ്സിലായോ? ഇപ്പോൾ ഒരു 3 ഫയലുണ്ട് നിങ്ങളുടെ മുമ്പിലെന്ന് വിചാരിക്കാം, ഓഫീസിൽ 3 ഫയലും. അപ്പോൾ അതിനകത്ത് കുറേ ഓരോ ഫയലിലും കുറേ പേപ്പേഴ്സ്, പക്ഷേ അതൊക്കെ എല്ലാം അഴിച്ചിട്ടേക്കാണ്. എല്ലാം അവിടെ ഇവിടെ താറുമാറായിട്ട്. അപ്പോൾ ഈ ഫയലിലാണോ, ഈ ഫയലിലാണ്, ഇതിലേത് ആദ്യം ചെയ്യണം, ഇതൊന്നും ഒരു പിടുത്തമില്ല. അതുപോലെയാണ് ജീവിതം. നിങ്ങളുടെ പല കാര്യങ്ങളുണ്ട്, പല സിറ്റുവേഷൻസ് ഉണ്ട്, അതിൽ പല കാര്യങ്ങളുണ്ട്, എല്ലാം കൂടെ മിക്സ്ഡപ്പ് ആയിട്ട് കിടക്കുകയാണ്. നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ അറിയില്ല എന്നാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിങ്ങളുടെ എനർജി അതാണ് കാണിക്കുന്നത്. മജിഷ്യൻ എന്ന് പറഞ്ഞാൽ എല്ലാം ആകാശത്തിലുള്ളത് ഭൂമിയിൽ കൊണ്ടുവരാൻ കഴിവുള്ള ആളെന്നാണ്. കൺകെട്ട് വിദ്യക്കാരനാണ്. മജിഷ്യൻസിനെ നമ്മളധികം വിശ്വസിക്കാൻ പാടില്ല. കാരണം അവർ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മളെ ഉണ്ടെന്ന് പറഞ്ഞ് കള്ളത്തരം കാണിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതാണ് മജിഷ്യൻ. മജിഷ്യൻ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട്, മജിഷ്യൻ എന്ന് പറഞ്ഞാൽ ആൾക്കാർ പറയും ഭയങ്കരമായിട്ട് മാജിക്ക് എല്ലാം നടത്താൻ പറ്റുന്ന ആളാണെന്ന് പറയാവുന്ന ഒരു സൈഡ്. പക്ഷേ ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് ഇല്ലാത്ത കാര്യമുണ്ടെന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച് കള്ളത്തരം പറയുന്ന ഒരു എനർജിയായിട്ട് മജിഷ്യൻ എനിക്ക് തോന്നാറുണ്ട്. വെറുതെ പുറംപൂച്ചുള്ള ഒരാൾ, മനസ്സിലാവുണ്ടോ? ഒന്നുമില്ലായിരിക്കും. ഞാൻ ഭയങ്കര, എൻ്റെ അച്ഛൻ അങ്ങനെയാണ്, അമ്മ അങ്ങനെയാണ്, ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ്, മറ്റവരായിട്ട് ഭയങ്കര ബന്ധമാണ്, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടാണ്, അമ്മയുടെ ഫ്രണ്ടാണ് പൈസക്കാർ, അംബാനി അങ്ങനെയാണ്, സോറി പേരെടുത്തത് പറഞ്ഞാൽ എന്നൊക്കെ പറയുന്ന ഒരു എനർജിയും കൂടിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഇത് ജെമിനി സോഡിയാക് സൈൻ ആണ്. ഇത് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ.
പിന്നെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ടോറസ് വെർഗോ കാപ്രിക്കോൺ ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽത്താണ്, പണം. മനസ്സിലായോ? പണമാണ് മെയിൻ. നിങ്ങൾ രണ്ടുപേരും പണത്തിൻ്റെ പുറകെ ഓടുന്ന ആളുകളാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും ഒരു ഗോള് വെച്ചിട്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത്ര വർഷത്തിനുള്ളിൽ നമ്മൾ ഇത്രയും പൈസ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു വീട് വെക്കണം, അത് വെക്കണം, ഇത് വെക്കണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യം എന്നൊരു ചിന്ത നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടോ? മനസ്സിലായി? പണത്തിൻ്റെ പുറകെ ഓടുന്ന പോലെ വർക്കഹോളിക്കാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് ഇവിടെ റിലേഷൻഷിപ്പ് ഇല്ല. നിങ്ങൾ ഫോണിൽ ചിലപ്പോൾ നേരിട്ട് കാണുന്ന പോലും ഉണ്ടാവില്ല. കാരണം ജോലിയുടെ പുറകെ ഓടുന്ന ആളുകളായതുകൊണ്ട്. ഇതെന്ന് വെച്ചാൽ എന്താണ് ഔട്ട്കം വരാൻ പോകുന്നത്? 4 ഓഫ് കപ്സ് ഇൻ റിവേഴ്സ് ആണ് പറയുന്നത്. നിങ്ങൾക്ക് പെട്ടെന്നൊരു തിരിച്ചറിവുണ്ടാകും. ഈ സിറ്റുവേഷനിൽ നിങ്ങൾ കുറേ നട്ടം തിരിഞ്ഞ് കഴിയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കൊരു തിരിച്ചറിവുണ്ടാവും, നമ്മൾ എന്താണ് ചെയ്യുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ നിങ്ങൾ തീരുമാനിക്കും, ഓക്കെ, നമ്മളുടെ സന്തോഷമാണ് വലുത്. ഇപ്പം നമ്മൾക്ക് സന്തോഷമില്ല, നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യുന്നത് അറിയില്ല. നാളെ ഉണ്ടോ, നാളെ എന്ന് പറഞ്ഞൊരു ദിവസമുണ്ടോ എന്ന് പോലും നമുക്കറിയാത്ത ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. അത് നിങ്ങൾക്ക് ആ തിരിച്ചറിവ് ആയിട്ടില്ല. ആ തിരിച്ചറിവ് നിങ്ങൾക്ക് വരാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല. മനസ്സിലാവുണ്ടോ? പക്ഷേ ഇവിടെ ഒരു കണക്ഷൻ ഇല്ലാത്തൊരു റിലേഷൻഷിപ്പ് പോലെ. കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, പക്ഷേ കണക്ഷൻ ഇല്ല നിങ്ങൾ തമ്മിൽ. 2 ഓഫ് പെൻറ്റക്കിൾസിനെ ക്ലാരിഫൈ ചെയ്യുന്നത് ഏസ് ഓഫ് സ്വേർഡ്സ് ഇൻ റിവേഴ്സ്, അതുപോലെ തന്നെ 4 ഓഫ്. ഇവിടെ ഒരു ആക്ഷൻ നടക്കുന്നില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു എന്താ പറയുക, എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് നിങ്ങൾ ഇതുവരെ തീർച്ചയായിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ലേസി ആയിട്ടിരിക്കുകയാണ്. ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്താണ് ആദ്യം ചെയ്യേണ്ടത് എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. മനസ്സിലാവുണ്ടോ? അക്വേറിയസ് ലീബ്ര ജെമിനി, അക്വേറിയസ് ലീബ്ര ജെമിനി. മാജിഷ്യനെ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. മാജിഷ്യനെ ക്ലാരിഫൈ ചെയ്യുന്നത് 7 ഓഫ് വാൻഡ്സും നൈറ്റ് ഓഫ് കപ്സും. ഈ പേഴ്സൺ വളരെ റൊമാൻറ്റിക്കായ എനർജിയാണ്. പക്ഷേ ആ പേഴ്സൺ റൊമാൻറ്റിക്കായ എനർജി എടുക്കുന്നില്ല. കുറച്ചൊരു ഫ്ലർട്ടിഷ് ആണോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ അങ്ങനത്തെ ഒരു ടെൻഡൻസി ഈ പേഴ്സൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ അത് പ്രാവർത്തികമാക്കുന്നില്ല. കാരണം എന്താണ്? ആ പേഴ്സൺ കുറച്ചൊന്ന് ഡിഫെൻസീവായിട്ടാണ് നിൽക്കുന്നത്. മനസ്സിലാവുണ്ടോ? എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും ഒരു പ്ലാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ അധികം ചീറ്റ് ചെയ്യുന്ന ടൈപ്പല്ല. ഓക്കെ, നിങ്ങളോട് നുണ പറയുന്നുമില്ല. സ്വയം സാധാരണ ഈ പേഴ്സൺ വിടുവായുള്ള ഒരു എനർജിയാണ്, പെണ്ണായാലും ആണായാലും. പക്ഷേ നിങ്ങളോട് അങ്ങനത്തെ ഒരു എനർജി കാണിക്കുന്നില്ല ഈ പേഴ്സൺ. കുറച്ച് ഡിഫെൻസീവാണ്, വേണ്ട. അപ്പം നിങ്ങൾ നല്ലൊരു സ്വഭാവമുള്ള ഒരാളായിരിക്കും, കുറച്ചൊരു നിഷ്കളങ്കതയുള്ള ഒരു എനർജി ആയിരിക്കും, പുരുഷനായാലും സ്ത്രീ ആയാലും. അതുകൊണ്ടാണ് ഈ പേഴ്സൺ അങ്ങനത്തെ ഒരു ക്യാരക്ടറിലേക്ക് പോകാത്തത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ കുറച്ചൊരു ഡിഫെൻസീവാണ് ഈ പേഴ്സൺ. വളരെ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സണെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിരിക്കാം. കാരണം ഇവിടെ ഇങ്ങനൊരു ചിലപ്പോൾ നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ കുറേ നല്ല തണ്ടും തടിയുള്ള ബ്രദേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ നല്ല തണ്ടും തടിയുള്ള ഒരു അച്ഛനുണ്ടാവാം, അല്ലെങ്കിൽ നല്ലോണം സ്മാർട്ടായ ഒരു അമ്മ ഉണ്ടാവാം. പുരുഷനാണെങ്കിലും അതുപോലെ തന്നെ. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് ഉഴപ്പാണെങ്കിൽ ഈ പേഴ്സൺ അത് നിങ്ങളോട് കാണിക്കുന്നുമില്ല, പേഴ്സൺ പുറത്തെടുക്കുന്നുമില്ല സ്വഭാവം. ഓക്കെ, ഇവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസിനെ കാണിക്കുന്നത്, കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ പൈസയാണ്, വർക്കഹോളിക്കാണ്, പൈസയുടെ പുറകെ ഓടുന്ന. അപ്പോൾ ഒരു ഗ്രോത്ത്, ഒരു ഫിനാൻഷ്യൽ ഗ്രോത്തും റിലേഷൻഷിപ്പിൻ്റെ ഗ്രോത്തും ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നില്ല. ഈ ഒരു ഗ്രോത്ത് വരണമെങ്കിൽ ഒരാൾ തീരുമാനം എടുക്കണം. നമുക്ക് റിലേഷൻഷിപ്പിൽ എന്താ പറയുക, സഹകരണ മനോഭാവത്തോടെ പോകണം. നമ്മളെപ്പോഴും കാണണം, ഒപ്പം വരുന്ന ഭക്ഷണം കഴിക്കണം. അതൊന്നും നടക്കുന്നില്ല ഇവിടെ. മനസ്സിലായോ? ഗ്രോത്ത് പോസിബിലിറ്റി ഉണ്ട്. ഫിനാൻഷ്യലി നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അതുമല്ല, ചില സമയത്ത് എന്താ വെച്ചാൽ ഒരാൾ പൈസയുടെ പുറകെ ഓടുന്ന ആളായിരിക്കും, മറ്റേ ആൾ അയാളുടെ പുറകെ ഓടുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ പൈസയോട് ആർത്തിയുള്ള ഒരു എനർജി ഉണ്ട്. ചിലപ്പോൾ കഷ്ടപ്പാടുന്ന് വളർന്നു വന്ന ഒരാളാകുമ്പോഴത്തേക്കും നമ്മളുടെ പിള്ളേർ അത് അനുഭവിക്കരുത്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ പിള്ളേർ ജനിക്കുമ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇഷ്ടംപോലെ പണം ഉണ്ടാക്കി വെക്കണം എന്ന് ചിലർ വിചാരിക്കും. അപ്പോൾ മറ്റേ ആൾക്ക് അത് ആക്സെപ്റ്റബിൾ അല്ലെങ്കിലും അയാളും ഈ ഓട്ടത്തിനിടയിൽ ചേരുകയാണ് ചെയ്യണം ഒരു എനർജി ഇതിനകത്ത്. മനസ്സിലായോ? അപ്പോൾ ഒരു സ്റ്റാൻഡ് എടുക്കുന്നില്ല ആരും.
പക്ഷെ ആ ഒരു സമയം വരും, ഈ 4 ഓഫ് കപ്സ് റിവേഴ്സിലേക്ക് വരും. നിങ്ങൾ സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ ഹാപ്പിനെസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഹാപ്പിനെസ് നിങ്ങൾ ചൂസ് ചെയ്യും. ഇവിടെ ലീബ്ര കാണിക്കുന്നുണ്ട്, 8 ഓഫ് കപ്സും കാണിക്കുന്നുണ്ട്. ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് ഇവിടെ ഫീൽ ചെയ്യാൻ തുടങ്ങും ഒരാൾക്ക്. ഒരു ഡിവോഴ്സ് വരെ, ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് തോന്നാൻ തുടങ്ങും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് തോന്നുമ്പോൾ നമ്മൾ ടെറിട്ടോറിയലായി. കല്യാണം കഴിച്ചവരാണെങ്കിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണെങ്കിൽ അതുവരെ സംശയമില്ലാത്ത ആൾക്ക് സംശയം ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ടെറിട്ടോറിയലാവുന്നു. ടെറിട്ടോറിയൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇതെൻ്റെ അതിരാണ്, ഇപ്പുറത്തേക്ക് കടക്കരുത്. അത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെ എല്ലാവരുടെ മനസ്സിലുള്ള ഒരു നമ്മളുടെ ഇൻസ്റ്റിങ്ക്റ്റാണത്. നമ്മളുടെ പ്രോപ്പർട്ടി, ഹസ്ബൻഡാണോ വൈഫ് ആരുമായാലും എൻ്റെ പ്രോപ്പർട്ടി എൻ്റെയാണ്. അപ്പോൾ ആ പേഴ്സൺ ഒരു തെറ്റും ചെയ്യാതെ എൻ്റെ കണ്ണിൽ ഒരിക്കലും പെടാതിരിക്കുന്ന സിറ്റുവേഷൻസ് ആണെങ്കിൽ ഞാൻ ആ ഒരു ഇത് വരില്ല. പക്ഷേ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ ഞാനത് സമ്മതിക്കില്ല. അങ്ങനത്തെ ഒരു എനർജിയാണ് നമ്മളുടെ ഉള്ളിലെല്ലാം. അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷൻ ഇവിടെ വരും. മനസ്സിലാവും, ഒരു ലീഗൽ ഒരു ഇഷ്യൂ എന്തെങ്കിലും വരും, എന്തെങ്കിലും കള്ളത്തരം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഇതൊന്നുമല്ല വേണ്ടത്, റിലേഷൻഷിപ്പാണ് വേണ്ടത് എന്ന് പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും തിരിച്ചു വരും. കാരണം ഇവിടെ ഇമോഷണൽ ഡിറ്റാച്ച്മെൻ്റ് ഉണ്ട്, അത് ശരിയാവില്ല. ഇപ്പോൾ അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ വരും. ഉടനെ നിങ്ങൾ രണ്ടുപേരും കൂടെ കൂടിച്ചേരാൻ നോക്കും. അതാണ് ഉണ്ടാവാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ പൈസയൊക്കെ നമുക്ക് പിന്നെ ഉണ്ടാക്കാം. നമ്മളുടെ സന്തോഷമാണ് ഏറ്റവും വലുതെന്ന് നിങ്ങൾ തിരിച്ചറിവുണ്ടാവും. ഇവിടെ എന്താണ് ഇവർക്കുള്ള ഓറക്കിൾ മെസ്സേജ്? ഒരു ചേഞ്ചാണ് പറയുന്നത്. ആദ്യത്തെ കാർഡാണ്. നമുക്ക് ഇതൊന്ന് ഷഫിൾ ചെയ്തിട്ട് കുറച്ച് കാർഡ്സ് കിട്ടുമെന്ന് നോക്കാം. ഞാനിത് ആദ്യം എടുക്കുന്നില്ല, നോക്കട്ടെ. ഇത് എടുത്തു, എന്തായാലും അത് നിങ്ങൾ കാണണം എന്നുള്ള കാർഡാണ്. ചേഞ്ച്, ആ ചേഞ്ചാണ് നമ്മൾ ഈ കണ്ടത്. അവസാനം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം വരുന്നത് ഒരു ചേഞ്ച് വരുമെന്നാണ് കാണിക്കുന്നത്. ഇപ്പോഴത്തെ പോലെ ആയിരിക്കില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ്, അതിലൊരു വ്യത്യാസം വരും എന്ന് കാണിച്ചതാണ്. അപ്പോൾ അത് ശരിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചേഞ്ച് വരുമ്പോൾ അത് നിങ്ങൾക്ക് നല്ല കാര്യങ്ങളും കൊണ്ടുവരും, ചീത്ത കാര്യങ്ങളും കൊണ്ടുവരും എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ചേഞ്ചിനെ നിങ്ങൾക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് ചേഞ്ച് വേണ്ട എന്ന് പറയാൻ പറ്റില്ല. ആ ചേഞ്ച് വന്നേ തീരുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി എന്തെങ്കിലും കാർഡ്സ് ഉണ്ടോ ഭഗവാനെ? ഇനി എന്തെങ്കിലും ഓറക്കിൾ മെസ്സേജസ് ഇവർക്ക് കൊടുക്കാനുണ്ടോ ഭഗവാനെ? ഇത്രയും കാർഡ്സാണ് കിട്ടിയത്. ഇത് ഹെൽപ്പിംഗ് ഹാൻഡ്. നിങ്ങൾ ആരെങ്കിലും സഹായിക്കുമ്പോൾ, സഹായം ആവശ്യമുള്ളവരെ നിങ്ങൾ സഹായിക്കുമ്പോൾ അവരിൽ നിന്ന് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സഹായിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത മഹാശിവരാത്രി അത്രയും പോകും. അപ്പോഴേക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ലവും ഹാർമണിയും, സന്തോഷവും സമാധാനവും സ്നേഹം വന്നു ചേരും. അപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പ് റിന്യൂ ചെയ്യും. എന്നുവെച്ചാൽ ഇപ്പം നിങ്ങളൊരു തരം ഒരു ബ്ലാൻഡാണ്, സ്പൈസ് ഒന്നുമില്ല റിലേഷൻഷിപ്പിൽ. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷനാണ് ഈ റിലേഷൻഷിപ്പ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് പറയുന്നത്. പിന്നെ പ്രശ്നം ഈ ചേഞ്ച് എന്ന് പറഞ്ഞില്ല, അതിനോടനുബന്ധിച്ചിട്ട് പോലത്തെ കാർഡാണ് സ്റ്റിൽനെസ്. എക്സ്റ്റേണൽ ഫോഴ്സസ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ എന്താണ് വിതയ്ക്കുന്നത് അതാണ് നമ്മൾ കൊയ്യുന്നത്, കർമ്മഫലം, അതും കൂടെ കാണിക്കുന്നുണ്ട്. ഇതാണ് അഡ്വൈസ്. അപ്പോൾ ഇതാണ് റീഡിങ് വന്നത്. ഇവിടെ ടോറസ്, ലീബ്ര സ്ട്രോങ് ആണ്. വേറെ അധികം സ്ട്രോങ് ആയ കാർഡ്സൊന്നും, ജെമിനായി ഉണ്ട്. ഇത്രേ ഉള്ളൂ കാർഡ്സ് ഞാൻ കണ്ടത്, എന്നെ കാണിച്ചത്. അപ്പോൾ അതാണ് നിങ്ങളുടെ രണ്ടാമത്തെ ആൾക്കാരുടെ റീഡിങ്. ഇനി മൂന്നാമത്തെ ജപമാലയിലേക്കാണ് ഞാൻ പോകുന്നത് ഭഗവാനെ. അപ്പോൾ നമുക്ക് നോക്കാം, ഷഫിൾ ചെയ്തിട്ട് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് നടക്കുന്നത്, പിന്നെ എന്താണ് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ. നമുക്ക് എക്സ്റ്റെൻഡഡ് ഫ്യൂച്ചർ പറയാൻ പറ്റില്ല കേട്ടോ. എന്നുവെച്ചാൽ ഒരു വർഷത്തിന് ശേഷം നിങ്ങൾ ഈ സമയം മാറിക്കൊണ്ടിരിക്കുക, കാലചക്രം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാലചക്രം കറങ്ങുന്നതിനോടൊപ്പം നമ്മൾ എടുക്കുന്ന ചോയ്സസും കൂടിയിട്ടാണ് നമ്മളുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത് അല്ലേ? അത് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? ഫ്രീ വിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ എടുക്കുന്ന ചോയ്സസ് ഫ്രീ വില്ലാണെന്നാണ് പറയുന്നത്. നമ്മളുടെ തക്കായി ദൈവം തന്നേക്കുകയാണ് ഫ്രീ വിൽ. അപ്പം നമ്മൾ എടുക്കുന്ന ചോയ്സ് അനുസരിച്ചാണ് നമ്മുടെ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അത് ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ ചോയ്സ് എടുക്കുന്നുണ്ട് അല്ലേ?
അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു വർഷത്തിന് ശേഷമുള്ള റീഡിങ്, അല്ലെങ്കിൽ 6 മാസമുള്ള ശേഷമുള്ള റീഡിങ്, അല്ലെങ്കിൽ എൻ്റെ അവസാനം എങ്ങനെയായിരിക്കും, അതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് പ്രഡിക്കുന്നത് ശരിയല്ല, അതൊക്കെ ദൈവം കളിക്കലാണ്, അതൊന്നും ശരിയല്ല. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറാണ് നോക്കാൻ പോകുന്നത്. ഔട്ട്കം എന്താണ്, പെട്ടെന്നുള്ള ഔട്ട്കം എന്താണ് വരാൻ പോകുന്നത്, അതാണ് നോക്കാൻ പോകുന്നത്. ഭഗവാനെ, അതെൻ്റെ പൂച്ചക്കുട്ടിയാണ്, ടോമി എന്നാണ് അവൻ്റെ പേര്. ടോമിക്കുട്ട. ആ ആ ആ കറങ്ങിയൊക്കെ വന്നിട്ട് ഇവിടെ വരും. നിങ്ങളുടെ എനർജി ഇതാണ്, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണ്, ഇതാണ്. ഓക്കെ ടോമിക്കുട്ട, ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനാണ്. ഓക്കെ, ഇത് എന്താണ് ഔട്ട്കം വരാൻ പോകുന്നത്, ഇത്രയുമാണ് കാർഡ്സ് കാണിച്ചത്. പോട്ടെ ഇവിടെ കയറിയിരുന്നു മിണ്ടരുത് കേട്ടോ, ഇവിടെ കയറിയിരുന്നു. അപ്പോൾ ഇത് പോട്ടെ. അപ്പോൾ ഇത് നിങ്ങളുടെ എനർജിയാണ്. ഇത് കിങ് നൈറ്റ് ഓഫ് കപ്സ് റിവേഴ്സാണ് വന്നേക്കുന്നത്. നൈറ്റ് ഓഫ് കപ്സ് റിവേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ചീറ്റിംഗ് എനർജിയാണ് നൈറ്റ് ഓഫ് കപ്സ് റിവേഴ്സ്. എന്താണ്, പോട്ടെ. നൈറ്റ് ഓഫ് കപ്സ് റിവേഴ്സാണ്. ഇവനെ ആരോ ഞങ്ങളുടെ കോമ്പൗണ്ടിലേക്ക് ഇട്ടിട്ട് പോയതാണ്. കുഞ്ഞു പൂച്ചക്കുട്ടിയാണ്, വളരെ ചെറുതാണ്. അപ്പോൾ ഞാൻ ഇവനെ കളയാറില്ല ഞാൻ, പൂച്ചകൾ വന്ന് കയറുന്നതാണ്. അപ്പോൾ പിന്നെ നമ്മൾ പറയുന്നത്, എനിക്ക് തോന്നാറുണ്ട് നിങ്ങളൊക്കെ നമ്മളുടെ ലൈഫിലേക്ക് വരുന്ന മൃഗങ്ങൾ ചിലപ്പോൾ നമ്മളുടെ എന്തെങ്കിലും തരത്തിൽ ബന്ധമുള്ള ആളുകളായിരിക്കും. പല ജന്മങ്ങളുണ്ടെന്നാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ വരുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് ഞാനങ്ങനെ അവരെ വിട്ട് കളയാറില്ല അല്ലേ. ഒരു മിനിറ്റ്, ഞാൻ ഇവരൊന്ന് പുറത്താക്കിയിട്ട് ഇവിടെ. പോട്ടെ മഞ്ഞ കുഞ്ഞു ഒരു മിനിറ്റ്. കുച്ചിട്ട് അവിടെ ഇരുന്നോ കേട്ടാ. സോറി കേട്ടോ, അതിവിടെ നിന്ന് കഴിഞ്ഞാൽ ഒച്ച എടുത്തുകൊണ്ടിരിക്കും, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എനർജി നൈറ്റ് ഓഫ് കപ്സ് റിവേഴ്സാണ് വന്നേക്കുന്നത്. റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ എനർജി എന്ന് പറഞ്ഞാൽ ഭയങ്കര മൂഡിയാണ്, മനസ്സിലായോ? നിങ്ങൾക്കൊരു ഭയങ്കര നിരാശയാണ് ഇപ്പോഴത്തെ എനർജി. അപ്പോൾ നിങ്ങളുടെ മൂഡ് ഫ്ലക്ച്വേഷൻ ഉണ്ട്. ചില സമയത്ത് നിങ്ങൾക്ക് സന്തോഷം, ചില സമയത്ത് സങ്കടം, മറ്റുള്ളവരോട് ദേഷ്യപ്പെടുക, ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. കുറച്ച് അസൂയ വരുന്നുണ്ട് നിങ്ങൾക്ക്. അങ്ങനെ ഒരു നെഗറ്റീവ് പോസിറ്റീവ് അതിലല്ല ഞാൻ പറയുന്നത്, ഇങ്ങനത്തെ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ഐസൊലേഷൻ. ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഇമോഷണലി ഭയങ്കര ഡിറ്റാച്ച്ഡ് ആയിട്ട് പെരുമാറുന്ന ഒരാളാണ്. ചിലപ്പോൾ നിങ്ങളെ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു എനർജി ആയിരിക്കാം. ഈ പേഴ്സൺ ഒറ്റയ്ക്കിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്, മനസ്സിലായി, എല്ലാ കാര്യവും ഒറ്റയ്ക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. പിന്നെ പക്ഷേ ഈ പേഴ്സൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ കാണുന്നതിന് പകരം അതങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന ചിന്തയിലുള്ള ഒരു എനർജിയാണിത്. ഇത് വെർഗോ ആണ്, ഇത് ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ. റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ രണ്ടുപേര് റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടേതായ തരത്തിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഭയങ്കര രണ്ടുപേരുടെ മനസ്സിൽ ഹൈ സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പോൾ ഞാൻ വിവാഹം കഴിക്കുന്ന ആൾ ഇങ്ങനെ ആയിരിക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരാളെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മളെപ്പോഴും മറ്റേ ആളോട് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുമോ? അത് തെറ്റാണത്. അത് ഭയങ്കര തെറ്റായ പരിപാടിയാണ്. നിങ്ങൾ ജീവിക്കുകയില്ല, മനസ്സിലായി. നമ്മളുടെ ജീവിതത്തിൽ കിട്ടുന്ന ആളെ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാണ്ട് നമുക്ക് വേറൊരു വഴിയില്ല. അല്ലെങ്കിൽ ഇട്ടിട്ട് പോവുക, കൂടെ നിന്നിട്ട് അവരെ ക്രിട്ടിസൈസ് ചെയ്യുക, ഇത് പോരാ, ഞാൻ പ്രതീക്ഷ ഇങ്ങനെയല്ല. ഈ പേഴ്സൺ അങ്ങനെ പറയുന്ന ഒരു എനർജിയാണ് എന്നാണ് കാണിക്കുന്നത്. വളരെ ക്രൂവലായിട്ട് സംസാരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പം ഒരാൾ സ്റ്റാൻഡേർഡ് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരും, മറ്റേ ആൾ അവിടെ എത്താൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുന്ന ഒരാൾ. അത് നിങ്ങളാവാൻ വഴിയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിരാശ വരുന്നതും വളരെ സങ്കടവും സന്തോഷവും ആകെക്കൂടെ ഒരു വട്ടുപിടിച്ച പ്രതീതിയിലാണ് നിങ്ങൾ. എന്താണ് ഔട്ട്കം വരാൻ പോകുന്നത്? പണം ഇഷ്ടം പോലെ വരും. രണ്ടുപേരും നന്നായിട്ട് ജോലി എടുക്കുന്ന ആളുകളാണ്. അപ്പോൾ പണത്തിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് ഫ്യൂച്ചറിൽ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വേറൊരാൾ വന്ന് കയറാൻ ഇടയുണ്ട്. ഒരു ധനികനായ അല്ലെങ്കിൽ ധനികയായ ഒരു എനർജി വരാനിടയുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ ഒരു കോമൺ ഇത് വരും. നിങ്ങൾക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള എന്താണ്, നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് ജോലി എടുക്കുന്ന ആൾക്കാരാണ്. അത് കണ്ടില്ലേ, ഭയങ്കരമായിട്ട് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിവുള്ള, ഇഷ്ടംപോലെ അതിൽ നിന്ന് സമ്പാദിക്കാൻ കഴിവുള്ള ആളുകളാണ്. അപ്പോൾ ഇതിൽ കോമൺ ഫീൽഡ് കണ്ടിട്ട് നിങ്ങൾ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യും. മറ്റു കാര്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും പൈസ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ രണ്ടുപേരും ഒരുപോലെയാണ് എന്നൊരു തീരുമാനത്തിലെത്തും. മനസ്സിലായോ?
നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, നൈറ്റ് ഓഫ് കപ്സ് റിവേഴ്സിനെ ക്ലാരിഫൈ ചെയ്യുന്നത് ഫൂൾ കാർഡാണ്. നിങ്ങൾ ആരെയാണ് ഫൂൾ ചെയ്യാൻ? ഓക്കെ, ഇവിടെ സ്നേഹമില്ല. നിങ്ങൾക്ക് ഈ നിങ്ങളുടെ പേഴ്സണോട് സ്നേഹമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് സ്നേഹമില്ല എന്നൊരിതാണ്. ഇവിടെ ഏസ് ഓഫ് കപ്സ് റിവേഴ്സാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്നേഹത്തിൻ്റെ ഓഫർ ഇല്ല. നിങ്ങൾ ആരെയാണ്? നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കുകയാണ്, നീ ആരെയാണ് പക്ഷെ ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നവരെ, നീ ആരെയാണ് പൊട്ടനാക്കാൻ പോകുന്നത്? നിന്നെ തന്നെയാണ്. ഇവിടെ സ്നേഹമൊന്നുമില്ല. മനസ്സിലായോ? ആ ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഇവിടെ ഉള്ളത്. ഏസ് ഓഫ് കപ്സ് റിവേഴ്സാണ്. അപ്പോൾ ഇതിന് വേറൊരു മീനിങ്ങും കൂടെ ഞാൻ പറയാം. ഏസ് ഓഫ് കപ്സ് റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ലവ് ഓഫറൊന്നും വരുന്നില്ല. മനസ്സിലായി? അതുപോലെ ഇതൊരു റിസ്ക് എടുക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ഈ പേഴ്സണ് നിങ്ങളോട് സ്നേഹമില്ലെങ്കിലും നിങ്ങൾ ഈ പേഴ്സണ് ലവ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതോ നിങ്ങളുടെ പേഴ്സൺ സ്നേഹിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അത് ചോദിക്കാനായിട്ട് നിങ്ങൾ റിസ്ക് എടുക്കാൻ പോവുകയാണോ? ലീപ്പ് ഓഫ് ഫെയ്ത്ത് അതുമാവാം. അക്വേറിയസ് ആണത്. ഓക്കെ, ഇനി ഹെർമിറ്റ് റിവേഴ്സിനെ ക്ലാരിഫൈ ചെയ്ത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണത്. ഏസ് ഓഫ് സ്വേർഡ്സ് റിവേഴ്സാണ്. ഈ പേഴ്സൺ അധികം സംസാരിക്കില്ല നിങ്ങളോടല്ലേ, അധികം സംസാരിക്കാത്ത ആളാണ്. ഓക്കെ, ഒരു മദർ ഓഫ് സ്വേർഡ്സ്. പക്ഷേ നിങ്ങളെ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. ചില ഭയങ്കര ഷാർപ്പായ, വളരെ ഹൃദയം കൊണ്ട് ചിന്തിക്കാതെ തല കൊണ്ട് ചിന്തിച്ച് സംസാരിക്കുന്ന ആളുകൾ ഭയങ്കര ഷാർപ്പായിരിക്കും, ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആൻസർ ആയിരിക്കും. ഈ സാരി എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര റൂഡായിട്ടാണെങ്കിൽ വേറെ ആരെങ്കിലും ഉടുത്താൽ നന്നായിരിക്കുമെന്ന് വരെ പറയാൻ, വളരെ സ്ട്രോങ് ആയിട്ട് പറയാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു എനർജിയാണ്. ഭയങ്കര ചിലപ്പോൾ ആ പേഴ്സൻ്റെ നേച്ചർ അങ്ങനെയായിരിക്കും, ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കാം, അറിയില്ല. മനസ്സിലാവുണ്ടോ? അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ് ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് നിങ്ങളിലേക്ക്. ഈ പേഴ്സൻ്റേതായിട്ടുള്ള ലോകത്താണ്. എന്തെങ്കിലും നിങ്ങൾ ചോദിക്കാൻ ഇട വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും സംസാരിക്കാൻ ഇടവരാത്ത വിധം നിങ്ങളെ പറഞ്ഞ് മടുപ്പിക്കും ഈ പേഴ്സൺ. അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആളാണ്. ഇത് അക്വേറിയസ് ലിബ്ര ജെമിനായി. ഇനി തേർഡ് കാർഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി. 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 8 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്കിംഗ് എന്നാണ് പറയുന്നത്. സ്റ്റാൻഡേർഡ്സ്, ഭയങ്കര ഹൈ സ്റ്റാൻഡേർഡ്സും ചെയ്ത കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനും കൂടിയാണ്. ബോറടിക്കുന്ന, മൊണോട്ടണസ് ആയ ഒരു വ്യത്യാസമില്ല ജീവിതം വർഷങ്ങളായിട്ട് ഇതുപോലെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ 8 ഓഫ് പെൻറ്റക്കിൾസിനെ ക്ലാരിഫൈ ചെയ്യുന്ന 10 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സാണ്. ഇവിടെ ഹാപ്പിനെസ് ഒന്നുമില്ല. കുട്ടികൾ ഇല്ലേ, അറിയില്ല, എനിക്കിവിടെ കാണിക്കുന്നില്ല. എന്തായാലും 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും 10 ഓഫ് പെൻറ്റക്കിൾസ് കിട്ടിയില്ല. 10 ഓഫ് പെൻറ്റക്കിൾസ് പറഞ്ഞാൽ ഹെൽത്ത്, വെൽത്ത്, ഫാമിലി, പിള്ളേർ എല്ലാം അവിടെ ഇല്ല, കിട്ടിയില്ല അത് റിലേഷൻഷിപ്പിൽ. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി പ്രയത്നിക്കുന്നുണ്ട്. അപ്പോൾ ഡിഫെൻസീവാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അങ്ങനെ നിങ്ങളുടെ ഇടയിൽ, നിങ്ങൾ ഹസ്ബൻഡും വൈഫും ആണെങ്കിൽ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ രണ്ടുപേരാണെങ്കിൽ നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് പുറത്തേക്ക് നിങ്ങൾ അറിയിക്കുന്നില്ല. നിങ്ങൾ ഇതിനകത്ത് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഡിഫെൻഡ് ചെയ്താണ് സംസാരിക്കുക. മനസ്സിലാവുണ്ടോ? ഓക്കെ, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അതുകൊണ്ടാണ്. ശരിക്കും അങ്ങനെ ഒരു സ്റ്റാൻഡാണ് നമ്മൾ എടുക്കേണ്ടത്. മറ്റുള്ളവർ നമ്മളെ റിലേഷൻഷിപ്പിനെ ഇടപെടേണ്ട കാര്യമില്ല, അല്ലേ? വെറുതെ നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടപെടുന്ന ആളുകൾ. അപ്പം നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ശരിക്കും ചുട്ട മറുപടിയാണ് പറയേണ്ടത്. പക്ഷേ നമ്മൾ പെട്ടെന്ന് അവരെ സിമ്പതൈസ് ചെയ്യുകയാണ്, അവരുടെ സഹതാപം കിട്ടുന്നു പറഞ്ഞാൽ നമ്മൾ മനസ്സിലുള്ള പ്രശ്നങ്ങൾ മുഴുവൻ അവരോട് പറയും. അത് പിന്നെ അങ്ങാടിപ്പാട്ടാവും. മനസ്സിലാവും? എല്ലാവർക്കും ഒരു എൻ്റർടൈൻമെൻ്റ് ആണത്. സിനിമ കാണുന്ന പോലെ, സീരിയൽ കാണുന്ന പോലെ. നമ്മളുടെ വീടിനകത്ത് നടക്കുന്ന കഥകൾ പുറത്ത് വരുമ്പോൾ അതൊരു സിനിമയായി, സീരിയലായി, ഡ്രാമയായി, അവർക്ക് എൻജോയ്മെൻ്റായി. അത്രയേ ഉള്ളൂ കാര്യം. അപ്പം നമ്മളുടെ വീട്ടിൽ നടക്കുന്നവർ ആ കാര്യങ്ങൾ നമ്മൾ വീടിനുള്ളിൽ പറയാം. ഹസ്ബൻഡിനെ കുറിച്ച് കുറ്റം പറയാതിരിക്കുക, വൈഫിനെ കുറിച്ച് കുറ്റം പറയാതിരിക്കുക, മക്കളെക്കുറിച്ച് കുറ്റം പറയാതിരിക്കുക, അമ്മായിയമ്മ, അമ്മായിപ്പൻ, അമ്മ, അച്ഛൻ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ആരെക്കുറിച്ചും നമ്മൾ വീടിനകത്തുള്ള കാര്യം വീടിനകത്ത്. ഇതെല്ലാം നമ്മളെ ബ്ലഡ് റിലേഷൻഷിപ്പാണ്. അപ്പം നമ്മൾ അമ്മായിപ്പനും അമ്മായിമ്മയും ബ്ലഡ് റിലേഷൻ, ഹസ്ബൻഡിൻ്റെ ഫാമിലി അല്ലെങ്കിൽ വൈഫിൻ്റെ ഫാമിലി അല്ലേ. അപ്പോൾ അവരെക്കുറിച്ചൊന്നും കുറ്റം പറയരുത് പുറത്ത്.
വെറുതെ സന്ദർഭവശാൽ പറഞ്ഞാണ് നിങ്ങളോട്, കാർഡ് കയറിയതല്ല, സോറി. അപ്പോൾ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഒരു ഫ്യൂച്ചർ. അപ്പം നിങ്ങൾക്ക് എല്ലാം പോസിബിൾ ആക്കാൻ പറ്റുമെന്ന് ജെമിനായി മജിഷ്യനാണ് കാണിക്കുന്നത്. നിങ്ങൾക്കിതെല്ലാം പോസിബിൾ ആക്കാൻ പറ്റും. നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഒരു വിക്ടറി വരും എന്നാണ് കാണിക്കുന്നത്. ഈ സമയം മാറുമെന്നാണ് കാണിക്കുന്നത്. ഈ സിറ്റുവേഷൻ മാറും. ഇപ്പം എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്? ചിലപ്പോൾ നിങ്ങൾക്ക് വാശിയായിരിക്കും, രണ്ടുപേരും വാശിക്കാരായിരിക്കും. നിങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിയുണ്ട്, പിന്നെ ഞാൻ എന്തിനാ മറ്റേയാളുടെ വാക്കിന് വില കൊടുക്കുന്നത്, അല്ലേ, അയാൾ എന്നെ ഭരിക്കുന്നത്, ഇങ്ങനത്തെ ഒരു ചിന്ത വരും. ഇപ്പോൾ പൊതുവെ കാണുമ്പോൾ മക്കൾ നമ്മളെ ഉപദേശിക്കുമ്പോൾ നമ്മൾ ഇവളെൻ്റെ മോളല്ലേ, ഇവള് പറഞ്ഞ ഞാൻ കേൾക്കേണ്ട കാര്യം, അവൾ പറയുന്നത് ശരിയാണ്. പക്ഷേ ഒരു ഈഗോ ആണ് അമ്മയ്ക്ക് അല്ലെങ്കിൽ അച്ഛന്. അവൻ പറയുന്നത് നമ്മളെന്തിനാ കേൾക്കണത്, അവൻ നമ്മളെ പിള്ളേരല്ലേ, നമ്മൾ കഴിഞ്ഞിട്ടല്ലേ അവൻ വന്നത്, നമ്മളല്ലേ ജന്മം കൊടുത്തത് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് അറിവില്ല എന്ന് പറയാൻ പറ്റില്ല. അവർ പുതിയ ജനറേഷനിൽ താമസിക്കുന്നവരാണ്. നമ്മളെക്കാളും ചിലപ്പോൾ കൂടുതൽ ചിന്തിക്കുന്ന, കൂടുതൽ വായിക്കുന്ന, കൂടുതൽ നോളേജ് അക്വയർ ചെയ്യുന്ന പിള്ളേരായിരിക്കും. അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. അവരെൻ്റെ മകളാണ്, അതുകൊണ്ട് അവൻ കേൾക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ നല്ല കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടത് നമ്മൾക്കത് നഷ്ടമാകുകയാണ് ചെയ്യുക. അറിവ് എവിടെ നിന്ന് കിട്ടിയാലും സ്വീകരിക്കുക, അത് അറിവാണ്, മനസ്സിലായോ? അതല്ല കേട്ട് കഴിയുമ്പോൾ അത് തെറ്റാണ്, അല്ലെങ്കിൽ നമ്മളത് നോക്കുക, ഗവേഷണം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് റിസർച്ച് ചെയ്ത് ഗൂഗിളൊക്കെ ഉള്ളത് അതിനല്ലേ, നോക്കുമ്പോൾ തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തെറ്റാണ് മോനെ, അതല്ല കേട്ടോ ശരി, ഇതാണ് തെറ്റ്. അവനെ ഈ കളിയാക്കാൻ വേണ്ടിയിട്ടല്ല. ഇതൊക്കെയാണ് നമ്മളുടെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് എല്ലാവരുമായിട്ട്. അപ്പോൾ ഇവിടെ ജെമിനായി ഉണ്ട്, പിന്നെ വെർഗോ, അക്വേറിയസ്, ഇത്രയുമാണ് സോഡിയാക് സൈൻ. ഇനി നിങ്ങളുടെ ലൈഫിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ, അടുത്ത് തന്നെ. കാരണം വിക്ടറി ഉണ്ടാവും ഇവിടെ സിറ്റുവേഷനിൽ. അതുപോലെ എല്ലാം മാറി മറിയും, നല്ല സമയം വരും. നമുക്കൊരു ഓറക്കിൾ മെസ്സേജ് ചോദിക്കാം. ഒന്നും നമ്മൾ പറയും, പക്ഷേ ഭഗവാൻ എത്ര എണ്ണം തരുമെന്ന് നോക്കാം. മെസ്സേജസ് നിങ്ങൾക്ക് കേൾക്കേണ്ട മെസ്സേജസ് ഒക്കെ ഭഗവാൻ തരും. ഭഗവാനെ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഭഗവാനെ മെഡിറ്റേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഡിസ്കവർ യുവർ ട്രൂ സെൽഫ്. നിങ്ങൾ ആരാണെന്നും നിങ്ങൾ എന്താണെന്നും നിങ്ങൾ തിരിച്ചറിയണം. അപ്പോഴാണ് നമ്മളുടെ ജീവിതത്തിലൊരു ബാലൻസ് വരുള്ളൂ. അപ്പോഴേ നമുക്ക് മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്ന് മനസ്സിലാവുള്ളൂ. പിന്നെ സാക്രിഫൈസ്. അപ്പോൾ അത് നമ്മളുടെ ഈഗോ ആണെങ്കിൽ, നമ്മളിങ്ങനെ ഈഗോ വിഷമാണ്. ചില സമയത്ത് കുറച്ച് ഈഗോ വേണം നമുക്ക്, പക്ഷെ കൂടുതൽ ഈഗോ ആയത് വിഷമായിട്ട് മാറുകയാണ്. അപ്പോൾ ആ വിഷം നമ്മൾ കടിച്ചിറക്കുക, നശിപ്പിച്ച് കളയുക, മനസ്സിലായോ? സാക്രിഫൈസ് ചെയ്യണം. അത് ഈഗോ ആവണമെന്നില്ല, നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള, പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ മാത്രം ഉണ്ടാകുകയാണ്, നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് പ്രശ്നങ്ങൾ മാത്രം ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സിറ്റുവേഷനെ സാക്രിഫൈസ് ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ ഫാമിലി, നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങളുടെ പണമല്ല, കണ്ടോ, നിങ്ങളുടെ ഇമോഷണൽ സപ്പോർട്ടാണ്, അതാണ് ഇവിടെ ഇല്ലാത്തത്. അത് തിരിച്ചറിവാകും. ഇമോഷണൽ സപ്പോർട്ടാണ് വേണ്ടത് എന്നാണ് മെസ്സേജ് വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. ഇതോടെ ഞാൻ ഇന്നത്തെ റീഡിങ് നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ റീഡിങ് നിർത്തുന്നു. അപ്പോൾ ഇനിയത്തെ റീഡിങ് ആയിട്ട് വരും വരെ എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. എല്ലാ കാര്യങ്ങളും സക്സസ്ഫുള്ളായിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു.